ജെറുസലേമിലെ ചരിത്രപ്രസിദ്ധവും അതീവ സങ്കീർണവുമായ അൽ-അഖ്സ മസ്ജിദ് കോമ്പൗണ്ടിൽ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇസ്രയേലി സെറ്റിലർമാർ കനത്ത പോലീസ് കാവലിൽ വിശുദ്ധ മസ്ജിദിന്റെ പരിസരത്തേക്ക് അതിക്രമിച്ചു കയറിയതായാണ് പുതിയ പ്രതിസന്ധികൾക്ക് കാരണമായിരിക്കുന്നത്. പലസ്തീൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന വൻ സൈനിക രാഷ്ട്രീയ അസ്വസ്ഥതകൾക്കിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ സുരക്ഷാ സേനയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലുമാണ് ജൂത കുടിയേറ്റക്കാരുടെ സംഘം അൽ-അഖ്സ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. മസ്ജിദിന്റെ ആന്തരിക ചത്തുരങ്ങളിൽ ഇവർ കൂട്ടമായി ചുറ്റിക്കറങ്ങുകയും പരമ്പരാഗത ജൂത ആചാരങ്ങളും പ്രാർത്ഥനകളും നിർവഹിക്കുകയും ചെയ്തു. മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതീവ പവിത്രമായ ഈ മണ്ണിൽ മറ്റ് മതവിശ്വാസികളുടെ ഇത്തരം ഏകപക്ഷീയമായ ഇടപെടലുകൾ വലിയ തോതിലുള്ള പ്രകോപനത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. വിശുദ്ധ സമുച്ചയത്തിനുള്ളിൽ നടന്ന ഈ സംഭവ വികാസങ്ങൾ പലസ്തീനികൾക്കിടയിലും മുസ്ലിം ലോകത്തും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ജെറുസലേമിന്റെ ചരിത്രപരവും നിയമപരവുമായ നിലവിലെ അവസ്ഥയെ അട്ടിമറിക്കാൻ ഇസ്രയേൽ ഭരണകൂടം ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണിതെന്ന് പലസ്തീൻ അതോറിറ്റിയും വിവിധ സംഘടനകളും ആരോപിക്കുന്നു. അൽ-അഖ്സയുടെ മേലുള്ള മുസ്ലിം നിയന്ത്രണങ്ങളെയും അവകാശങ്ങളെയും സാവധാനം ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നാണ് അവരുടെ പ്രധാന ആക്ഷേപം. ദീർഘകാലമായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര കരാറുകൾ പ്രകാരം അൽ-അഖ്സ കോമ്പൗണ്ടിന്റെ മേൽനോട്ട ചുമതല ജോർദാൻ ഭരണകൂടത്തിന് കീഴിലുള്ള ഇസ്ലാമിക് വഖഫ് ബോർഡിനാണ്. ഈ കരാർ അനുസരിച്ച് മുസ്ലിം ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇവിടെ സന്ദർശിക്കുവാൻ അനുവാദമുണ്ടെങ്കിലും അവിടെ പരസ്യമായ പ്രാർത്ഥനകളോ മതപരമായ ആചാരണങ്ങളോ നടത്താൻ അവകാശമില്ല. എന്നാൽ ഇസ്രായേൽ പോലീസിന്റെ സംരക്ഷണത്തോടെ ഈ നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നത് തങ്ങളെ മനഃപൂർവ്വം വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് പലസ്തീനികൾ ചൂണ്ടിക്കാണിക്കുന്നു. ജൂതമത വിശ്വാസികൾ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന ഈ പ്രദേശം അവർക്കും അതീവ പവിത്രമാണ്. പുരാതന ജൂതക്ഷേത്രങ്ങൾ നിലനിന്നിരുന്ന ഇടമാണിതെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായ ഇസ്രായേലി ഗ്രൂപ്പുകൾ ഈ പ്രദേശത്തിന്മേൽ പൂർണ്ണമായ അധികാരം സ്ഥാപിക്കാൻ നിരന്തരമായി ശ്രമിച്ചു വരുന്നുണ്ട്. ഇസ്രായേലിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇത്തരം ഗ്രൂപ്പുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഭരണകൂട പിന്തുണയും നൽകുന്നു എന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. ഈ സംഭവം കേവലം ഒരു പ്രാദേശിക തർക്കമായി ഒതുങ്ങുന്നില്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ നിലവിലെ വൻ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളും ഗസയിലെയും ലെബനനിലെയും സംഘർഷങ്ങളും തുടരുന്ന ഈ ഘട്ടത്തിൽ ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ ചലനവും മേഖലയെ ആകെ പിടിച്ചു കുലുക്കാൻ പോകുന്ന സ്ഫോടനാത്മകമായ ഒന്നായി മാറാം. ഇസ്രായേൽ സുരക്ഷാ സേനയുടെ സാന്നിധ്യമാണ് പലസ്തീൻ ജനതയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് കനത്ത ആയുധധാരികളായ സൈനികർ കുടിയേറ്റക്കാർക്ക് നിയമവിരുദ്ധമായ ആചാരങ്ങൾ നടത്താൻ കാവലൊരുക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ വാദിക്കുന്നു. ഇത് സാധാരണക്കാരായ വിശ്വാസികളെ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയിരിക്കുകയാണ്. പലയിടങ്ങളിലും പലസ്തീൻ യുവാക്കളും ഇസ്രായേൽ സേനയും തമ്മിൽ നേരിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽ-അഖ്സയ്ക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പും രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നുണ്ട്. അൽ-അഖ്സ എപ്പോഴും ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ പ്രധാന പ്രതീകമാണ്. അന്താരാഷ്ട്ര തലത്തിലും ഈ സംഭവത്തിന്മേൽ കടുത്ത ആശങ്കകൾ വരുന്നുണ്ട്. വിശുദ്ധ നഗരമായ ജെറുസലേമിലെ പൈതൃക കേന്ദ്രങ്ങളുടെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും ഏകപക്ഷീയമായ നീക്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും അറബ് ലീഗും ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ UN രക്ഷാസമിതി ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. എന്നിരുന്നാലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ ഇസ്രായേൽ കാര്യമായി ഗൗനിക്കുന്നില്ല എന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ അൽ-അഖ്സ കോമ്പൗണ്ടിൽ നടക്കുന്ന അതിക്രമങ്ങൾ പലപ്പോഴും വലിയ യുദ്ധങ്ങളിലേക്കാണ് വഴിമാറിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഉണ്ടായ പല വലിയ സൈനിക ഏറ്റുമുട്ടലുകളുടെയും ആക്കം കൂട്ടിയത് ഇത്തരം മതപരമായ പ്രകോപനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സന്ദർശനം വെറുമൊരു മതപരമായ ചടങ്ങല്ലെന്നും മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള അധിനിവേശ ശ്രമമാണെന്നും പലസ്തീൻ മീഡിയ വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും തങ്ങളുടെ പൗരന്മാർക്ക് എവിടെയും ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന വാദമാണ് വലതുപക്ഷ നേതാക്കൾ സാധാരണയായി ഉയർത്താറുള്ളത്. എന്നാൽ ഈ വാദം നിലവിലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒന്നാണ്. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്.
അലക്സയിലെ ഈ അധിനിവേശ ശ്രമം ആഗോളതലത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇസ്രയേലിനെതിരായുള്ള ഹാഷ്ടാഗുകളും വീഡിയോകളും വ്യാപകമായി പ്രചരിക്കുന്നു. വിശുദ്ധ മസ്ജിദിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയാൽ അത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറുമെന്ന പല പ്രമുഖ പണ്ഡിതന്മാരും മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യം പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകളെയും സാരമായി ബാധിക്കും. നിലവിൽ അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ നടക്കുന്ന പല ചർച്ചകളും ഈ പുതിയ അസ്വസ്ഥതകളോടെ കൂടുതൽ പ്രതിസന്ധിയിലാകാനാണ് സാധ്യത. ജെറുസലേം വിഷയത്തിൽ കൃത്യമായ ഒരു പരിഹാരം കാണാതെ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം സാധ്യമല്ലെന്ന ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ ജെറുസലേമിലെ സ്ഥിതിഗതികൾ എങ്ങോട്ട് തിരിയുമെന്നത് പ്രവചനാതീതമാണ്. ഇസ്രായേൽ സെറ്റിലർമാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ വലിയ തോതിലുള്ള രക്തച്ചൊരിച്ചിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര സമൂഹം എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളുടെ പദവി മാറ്റമില്ലാതെ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ അൽ-അക്സയിലെ പുതിയ സംഭവ വികാസങ്ങൾ, അതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഇതിനോടുള്ള വിവിധ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കുന്ന സമഗ്രമായ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ ലോകശ്രദ്ധ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. നിലവിലെ അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ ജെറുസലേമിൽ നിന്നുള്ള ഓരോ വാർത്തയും അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്.